പ്രധാന സേവകനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളക്കര. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തും. അദ്ദേഹം കൊച്ചിയിൽ എത്തിച്ചേർന്നിരിക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. 1.5 ലക്ഷത്തോളം BJP പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിലാണ് അദ്ദേഹം പങ്കെടുക്കുക. 1 കിലോമീറ്റർ ദൂരപരിധിയിലാണ് റോഡ് ഷോ ഉണ്ടാകുന്നത്. കനത്ത സുരക്ഷയാണ് നഗരത്തിലെമ്പാടും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുന്ന വീഥിയുടെ ഇരുവശങ്ങളിലുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പ്രായമായവരെന്നോ ഉള്ള ഭേദമില്ലാതെ അത്രയധികം ജനസഞ്ചയമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് മലയാളക്കര. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി റോഡ് ഷോയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ആയിരങ്ങൾ. അദ്ദേഹത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ആവേശം അണപൊട്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. രോഹിണി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ആവേശകരമായിട്ടുള്ള റോഡ് ഷോയ്ക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേന വിമാനത്താവളത്തിലേക്ക് ഹെലികോപ്റ്ററിലെത്തും. അതിനുശേഷം ഈ റോഡ് മാർഗം ഈ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് റോഡ് ഷോയുടെ ആദ്യത്തെ പോയിന്റ്, റോഡ് ഷോ തുടങ്ങുന്നത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിലാണ്. ആ ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തെ മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്ന വീഥികളിലും കാത്തു നിൽക്കുന്ന ജനങ്ങളെ അദ്ദേഹം കാണും. ഒരു നോക്ക് കാണുവാനായിട്ട് നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണുവാനായിട്ട് മണിക്കൂറുകളായിട്ട് കൊച്ചി നഗരത്തിൽ ഈ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. അവരുടെ സ്നേഹം അദ്ദേഹം അറിയും. നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുക തത്സമയ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് എത്രത്തോളം ജനനിബിഡമാണ് ഇരു വീഥികളും എന്ന്. 3:30 തന്നെ ഇവിടേക്ക് BJP പ്രവർത്തകരായിട്ടുള്ള ജനങ്ങളും ഒപ്പം തന്നെ ആബാലവൃദ്ധം ജനങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമായിട്ടുള്ള എല്ലാവരും മോദിയെ ഒരു നോക്ക് കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും കൊച്ചിയിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ആവേശകരമായിട്ടുള്ള റോഡ് ഷോയ്ക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാൻഡെക്സ് ബിൽഡിങ്ങിനോട് ചേർന്നിട്ടുള്ള, അതായത് ഈ റോഡ് ഷോ കടന്നു പോകുന്ന പ്രധാന പോയിന്റുകളിൽ ഒന്നായിട്ടുള്ള ബോട്ട് ജെട്ടി ഭാഗത്താണ്. ഇത് 2ാമത്തെ പോയിന്റ് ആണ്. അതായത് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ഭാഗത്ത് നിന്നുമാണ്. അതിനുശേഷം എത്തുന്നത് ഹോസ്പിറ്റൽ ജംഗ്ഷൻ വളവിലാണ്. അതിനുശേഷം 3ാമത്തെ പോയിന്റ് ആണ് ഞാനീ നിൽക്കുന്നത്. അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ബോട്ട് ജെട്ടി ഭാഗം. ഇവിടെ ജനനിബിഡമാണ്. കുഞ്ഞുങ്ങളടക്കമുള്ളവർ മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുകയാണ് അവരുടെ പ്രധാനമന്ത്രിയെ, പ്രധാന സേവകനെ ഒരു നോക്ക് കാണുവാനായിട്ട്. അവരുടെ കൈകളിലൊക്കെ തന്നെ പുഷ്പങ്ങളുണ്ട്. അത് മോദിക്കുള്ളതാണ്. ആ പുഷ്പങ്ങളിൽ ഈ ജനങ്ങളുടെ സ്നേഹമാണ്, അവരുടെ ആരാധനയാണ്, അവരുടെ പ്രധാനമന്ത്രിയോടുള്ള അവരുടെ അഭിമാനം തന്നെയാണ്. ആ പുഷ്പങ്ങൾ ഓരോന്നും മോദിക്ക് അവർ നൽകും. ഈ നേരത്തെ തന്നെ, അതായത് ഇന്നത്തെ ഈ ഒരു കടന്നുവരവിന്, പ്രധാനമന്ത്രിയുടെ ഒരു കടന്നുവരവിന് വേണ്ടിയിട്ട് ദിവസങ്ങളായിട്ട് മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ശക്തമാക്കിയിരുന്നു. ഓരോ ഇടങ്ങളിലും, അതായത് ഇത് ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1.3 കിലോമീറ്റർ ദൂരമാണ് മോദി തുറന്ന വാഹനത്തിൽ ജനങ്ങളെ കാണുക, തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുക. ഈ ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിനോട് ചേർന്നുള്ള പ്രസ് ക്ലബ്ബ് റോഡാണ്. അവിടെയാണ് ഈ റോഡ് ഷോ അവസാനിക്കുന്നത്. അവിടെ വരെ അദ്ദേഹം ജനങ്ങളെ കാണും. അവരുടെ ജനസേവകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കും. ഒരു ജനനായകൻ എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ജീവിക്കണം എന്നുള്ള ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നേരത്തെ അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വരുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നിരുന്നു. അവരുടെ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞിരുന്നു, അവരെ നേരിട്ട് കണ്ടിരുന്നു. അതുപോലെ ഒരു പക്ഷേ കാൽനടയായിട്ട് അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ പോലീസും SPG അടക്കമുള്ള മേലുദ്യോഗസ്ഥരും നടത്തിയിട്ടുണ്ട്. എന്തായാലും ആ നരേന്ദ്രമോദി കടന്നെത്തിയിരിക്കുകയാണ്, കേരളത്തിൽ വന്നിരിക്കുന്നു, കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. അറബിക്കടലിന്റെ റാണിയായിട്ടുള്ള കൊച്ചി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ഈ ജനങ്ങൾ റോഡ് ഷോയിൽ ഈ അദ്ദേഹം കടന്നു പോകുന്ന ഇരു വീഥികളിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്തായാലും അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കും. കൊച്ചിയുടെ ചരിത്രത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനനിബിഡമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഈ റോഡ് ഷോയ്ക്കുണ്ട്. കാരണം നേരത്തെ പറഞ്ഞിരുന്നത് 1.5 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ്. പക്ഷെ അതൊക്കെ കവിഞ്ഞുകൊണ്ടുള്ള ഒരു ആവേശകരമായിട്ടുള്ള ഒരു പങ്കാളിത്തം
ആവേശം ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ട്. അത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം രണ്ട് വീതികളും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. മുകളിലടക്കം, അതായത് ഓരോ റോഡിന്റെയും ഭാഗങ്ങളിൽ ബാരിക്കേഡ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. പോലീസ് സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ആ മുദ്രാവാക്യം വിളികളിൽ മോദിയോടുള്ള ആരാധനയുണ്ട്, രാജ്യത്തിന്റെ പ്രധാന സേവകനോടുള്ള സ്നേഹമുണ്ട്, അഭിമാനമുണ്ട്. അത് തന്നെയാണ് കൊച്ചി ജനത മോദിക്ക് നൽകുന്ന ഏറ്റവും വലിയ അഭിവാദ്യം. ആ മുദ്രാവാക്യങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവേശമുണ്ട്. എന്തായാലും ആവേശം സിരകളിൽ നിറച്ചുകൊണ്ട് മോദി കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു. മോദിയെ സ്വീകരിക്കാനായിട്ട് കൊച്ചിയിലെ ഓരോ ജനതയും സജ്ജമായിരിക്കുകയാണ്. ഇനി അദ്ദേഹം കടന്നു പോകുന്ന വഴികളിൽ ഒക്കെ തന്നെ ഈ ജനത പുഷ്പവൃഷ്ടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കും. ഈ ദീപാലങ്കാരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മനോഹരമായിട്ടുള്ള ഈ രാത്രിയുടെ അന്തരീക്ഷത്തിൽ ഈ കൊച്ചി ജനത വളരെ ആവേശപൂർവ്വം തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാന സേവകനെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഈ റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം, അതായത് നാളെ നടക്കുന്ന പരിപാടികളടക്കം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകും. നമുക്ക് ഈ നിൽക്കുന്ന ആളുകൾ തന്നെ, കാരണം മണിക്കൂറുകളായിട്ട് നരേന്ദ്രമോദിയെ കാണാനായിട്ട് ഈ വീഥികളിൽ വന്നിരിക്കുന്ന ആളുകളാണ്. വാഹനങ്ങൾ പിടിച്ച് ദൂരെ നിന്ന് പോലും ആളുകൾ വന്നിരിക്കുന്നു. അവരോട് നമുക്ക് തീർച്ചയായിട്ടും സമ്മതിക്കേണ്ടതുണ്ട്. കാരണം അവർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണാൻ വന്നെത്തിയതിന്റെ ഒരു സന്തോഷം അത് നമുക്ക് പ്രേക്ഷകരിലേക്കും കൂടി എത്തിക്കണം. എത്രത്തോളം സന്തോഷമുണ്ട്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു, നമ്മളെ ഓരോരുത്തരെയും കാണാൻ എത്തിയിരിക്കുന്നു. എത്രത്തോളം ആവേശത്തിലാണ്? അതിയായ സന്തോഷമുണ്ട്. പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയാണ്, വരണമല്ലോ, നമ്മൾ കാണണം എന്ന് വിചാരിച്ച് തന്നെ വന്നത്. നല്ല രീതിയിലുള്ള സന്തോഷമാണ് ഇപ്പോഴും. എത്രത്തോളം ആവേശമുണ്ട് ചേട്ടാ, എത്രത്തോളം സന്തോഷകരമാണ് ഈ നിമിഷങ്ങൾ? ആക്ച്വലി നമ്മുടെ പ്രൈം മിനിസ്റ്റർ കേരളത്തിൽ വരിക എന്ന് പറഞ്ഞ തന്നെ ഉള്ള ഒരു വലിയ കാര്യമാണ്. കാരണം രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വരുന്നത്, അവിടെ രാഷ്ട്രീയമില്ല. ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ വരുന്നെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഓരോരുത്തർക്കും, എസ്പെഷ്യലി കൊച്ചിക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വെളിയിൽ നിന്ന് വന്നതാണ്, പക്ഷേ അദ്ദേഹത്തെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം വളരെ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. ഈ കൊച്ചിയുടെ ഈ തെരുവീഥികളിൽ തന്നെ 2 മണി മുതൽ ആളുകൾ നമ്മുടെ ഈ കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. മുഴുവൻ ആളുകളും പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയെ കണ്ടിട്ട് മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങൾ രാവിലെ മുതൽ പ്രധാനമന്ത്രിയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മുഴുവൻ നമ്മുടെ BJPയുടെ പ്രവർത്തകന്മാരും അനുഭാവികളും അല്ലാത്ത ഈ കൊച്ചിയിലെ മുഴുവൻ നാട്ടുകാരും ഒന്നടങ്കം ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ കാതോർത്ത്, അതല്ലെങ്കിൽ വരവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പുഷ്പങ്ങളും ഒക്കെ ആയിക്കൊണ്ട്, കൊടി തോരണങ്ങളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ഏറെ സന്തോഷം. പ്രധാനമന്ത്രിയുടെ വരവിനെ ഞങ്ങൾ എല്ലാ രീതിയിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.